കിഫ്ബി കാരണമല്ലേ കേരളത്തിന് കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കിയത്? പുറത്തുനിന്ന് ബജറ്റിന് പുറത്തു നിന്നുമുള്ള ഓഫ് ബജറ്റ് ബോറോയിങ് നമ്മൾ എവിടെ ചെന്ന് എത്തിച്ചു? ഇന്ന് നമ്മുടെ ധനമന്ത്രി പറയുന്നു, ഇതിനു മുൻപുള്ള ഒരു ധനകാര്യമന്ത്രിമാരും നേരിട്ടിട്ടില്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഞാൻ നേരിടുന്നുണ്ട്, സംസ്ഥാനം നേരിടുന്നുണ്ടെന്ന്. അപ്പോൾ ആരാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് അതിന്റെ ഉത്തരവാദി? അത് ശരി, ഇതൊക്കെ ചെയ്ത് കിഫ്ബി ആണെന്ന് പറയണേ. അല്ല, ഇതെല്ലാം ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ കേരളം നന്നാവുണ്ടെന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയ കേന്ദ്രവും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഇതായിട്ട് പറഞ്ഞിട്ടില്ല. 3%-നേക്കാൾ മോളിൽ എടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയെന്നറിയാം? 5.9%. സംസ്ഥാനങ്ങളുടെ എത്രയാ? 2.8-നപ്പുറം വരില്ല. ഒന്ന്, ഇന്ന് വരെ ഇത് കിഫ്ബിയുടെ ഇഷ്യൂ വരുന്നവരെ ഒരിക്കലെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ധനക്കമ്മിപ്പെടുത്തിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നത്തെ ധനക്കമ്മിയിൽ അവരുടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പെടുത്തുന്നുണ്ടോ? ഇല്ല. 2019-20 ഫിനാൻസ് സംബന്ധിച്ച റിപ്പോർട്ടിലല്ലേ കേരളത്തിന്റെ പ്രശ്നം CNAG എടുത്തത്? അതെ. ഈ 19-20 തന്നെ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുണ്ട് ഫിനാൻസിനെ കുറിച്ച്. 6 ലക്ഷം കോടി രൂപയാണ് കേട്ടോ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. CNAG തെറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളതിന് കണക്കി പറഞ്ഞില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ധനക്കമ്മി ഉൾപ്പെടുത്തുന്ന വാദമില്ല. ഈ ഇരട്ടത്താപ്പ് എന്താ? ലാസ്റ്റ്ലി പോട്ടെ, കേന്ദ്രമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ഉണ്ടാക്കിക്കോ. എങ്ങനെ മുൻകാല പ്രാബല്യം നൽകണമെന്ന് 2020-21 ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിയമം മാറ്റി, എന്നിട്ട് 2016 മുതൽ എടുത്ത വായ്പ വെട്ടിക്കുറക്കണം എന്ന് പറയുന്നത് എന്തിനായൊന്ന്? ഇത് മനഃപൂർവ്വം ഈ 2021-22 ഒരു ധനപ്രശ്നത്തിൻ്റെ വർഷമായിരിക്കും എന്നറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ GST കോമ്പൻസേഷൻ എൻഡ് ചെയ്യണം, നമുക്ക് കിട്ടുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കുറയുന്നല്ല ഇല്ലാതാവുകയാണ്. അപ്പോൾ സാമ്പത്തികമായ ഞെരുക്കം വരും. ആ വർഷം കണ്ട് തലക്കരടിയ 16 മുതൽ എടുത്ത വായ്പ ഞങ്ങൾ വെട്ടിക്കുറക്കാൻ പോയിടുന്നു. 43,000 കോടി രൂപയാണ് കേരള സർക്കാർ വായ്പ എടുക്കാൻ വെച്ച് 2021-22. 2022-23 എടുത്തത് 20,000 കോടി രൂപയുടെ വായ്പയാണ്. സംസ്ഥാനം തന്നെ പ്രതിസന്ധിയിലാവാതിരിക്കുന്ന എങ്ങനെ? ഈ GST കേന്ദ്രത്തെ പറയുന്ന ഈ തെമ്മാടിത്തം കാണിക്കുന്ന കേന്ദ്രം GST കോമ്പൻസേഷന്റെ സമയം അവസാനിക്കുന്നുവെന്ന് ഡോക്ടർ ഐസക് താങ്കൾ പറയുമ്പോൾ താങ്കളെ എത്രയോ ധനകാര്യ വിദഗ്ധർ താങ്കൾ ഉപദേശിച്ചതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ നികുതി വരവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, GST വരുമ്പോൾ ഇത് കേരളത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണെന്ന് ആദ്യം പറയുകയും പിന്നീട് ഒരുപക്ഷെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ ഇടയുള്ളപ്പോൾ അതുപോലെ നിന്നു പോയത് ഡോക്ടർ ടി എം തോമസ് ഐസക് ഉത്സാഹപൂർവ്വം അതിനെ സ്വീകരിച്ചപ്പോഴാണ്. യു മേഡ് എ വെൽക്കമിംഗ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ മന്ത്രിയാകുമ്പോഴേക്കേ GST ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞിരുന്നു. അതാണ് അപ്പോഴേ ഞാൻ മന്ത്രിയാണ്. അപ്പൊ പിന്നെ ഇതിനെതിരെ കുരിശുദ്ധം പിടിച്ചു നടക്കാനാ? അല്ല, അന്ന് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു, ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ നമ്മൾ എടുത്ത നിലപാട്. അപ്പോ ആ നിയമം കേരള സംസ്ഥാനത്തിന് എത്രമാത്രം ഗുണകരമാക്കാം കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ, അതിനെ നോക്കുന്നത് കോൺഗ്രസിന് അനുകൂലമാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മുടെ സംസ്ഥാനത്തിന് ഇതിന് എന്ത് ഗുണം കിട്ടുമോ അത് മേടിക്കാൻ നോക്കിയിട്ടുണ്ട്. താങ്കളുടെ വാദം GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. അത് 5 വർഷത്തേക്കാണെന്നുള്ളതും അത് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. 2022-23 സംസ്ഥാനത്തിന് സാമ്പത്തിക ഞെരുക്കം വരുന്നൊരു വർഷമാണ്. കാരണം GST വളർച്ച കോമ്പൻസേഷന് പുറത്തോട്ട് പോയിട്ടില്ല. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇതിൻ്റെ സംവിധാനം കൊണ്ടുവരാൻ കേന്ദ്രം വൈകി. 2, കോവിഡിൻ്റെ കാലത്തെ പ്രശ്നങ്ങളുണ്ട്. 3, റേറ്റ് വെട്ടിക്കുറച്ചു 19 ഇലക്ഷൻ വേണ്ടി. അതുകൊണ്ട് ഇത് 5 വർഷത്തിനുള്ളിൽ വരുമാനം സാധാരണഗതിയിലാകും എന്ന് പറഞ്ഞതായില്ല. കേന്ദ്രം നീട്ടിവെക്കാൻ തയ്യാറുള്ള കോമ്പൻസേഷൻ. സോ വി നോ കോമ്പൻസേഷൻ തീരുന്നു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അവസാനിക്കുന്നു. അപ്പോൾ ആ വർഷം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവണ വർഷമായിരിക്കും. ആ വർഷം നോക്കി എന്താ BJP കേന്ദ്ര സർക്കാർ ചെയ്തത്? ഈ എടുത്ത വായ്പ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറക്കാനുള്ള തീരുമാനമാണ്. അതാണ് സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ നിങ്ങൾ കിഫ്ബി ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ? ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും കഷ്ടമുള്ള കാര്യം. ഈ തെമ്മാടിത്തം കാണിച്ചിട്ടും
തെമ്മാടുത്തുനിന്ന് ഞാൻ വിളിക്കുക, മുൻകാല പ്രാബല്യത്തോടുകൂടി വെട്ടിക്കുറക്കുക. ഇവിടെ പെൻഷൻ കമ്പനി ഉണ്ടാക്കി 12,000 കോടി രൂപ വായ്പ എടുത്ത് അതിൽ 8,000 കോടി രൂപ തിരിച്ചു കൊടുത്ത് ബാക്കി 4,000 അല്ല 12,000 കോടി കുറക്കുമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ, അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ അറിയാതെയും മാധ്യമങ്ങൾ വന്നു. എന്തോ ശ്രീലങ്ക പോയിട്ട് കേരളം മാറാൻ പോവുകയാണ്, കേരളം ഭയങ്കര കടക്കണിയിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിരായുധരാക്കി. അതുകൊണ്ട് ഈ അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കിഫ്ബിയിലൂടെ വരുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതിന് തൊട്ടു പിന്നാലെ കേരളത്തിലേക്ക് വരാൻ പോകുന്ന വലിയ വികസന സാധ്യതകൾ, ഇതായിരുന്നല്ലോ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു കേരള മോഡൽ. അവിടെ അതിന് പരുക്ക് പറ്റുന്ന തരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ കിഫ്ബിയിലൂടെ വന്ന പണം അത് നമ്മുടെ വായ്പാ പരിധി കുറച്ചതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയതെന്ന് ധനകാര്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. അപ്പോൾ ആരാണ് ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒന്നാം പ്രതി ഡോക്ടർ തോമസ് ഐസക് ആണെന്ന്. അത് പ്രശ്നമില്ല, പ്രതിപക്ഷത്തിൻ്റെ ചുമതല ആരെങ്കിലും കുറ്റപ്പെടുത്താം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറയൂ, കേന്ദ്ര സർക്കാർ സ്വയം നൽകുന്ന ആനുകൂല്യം കേരളത്തിൽ നൽകിയാൽ ഈ പ്രതിസന്ധി ഉണ്ടോ? സിമ്പിൾ. ഇത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണെന്ന് ഇങ്ങനെ വായ്പ എടുക്കുന്നത്. ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്, സുപ്രീം കോടതി പറയട്ടെ, ഫൈറ്റ് വരട്ടെ. അപ്പോൾ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം കേരളം ഇങ്ങനെ അങ്ങ് നന്നാവണ്ട എന്ന് പറഞ്ഞ് ഒരു ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്.